മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ജനം ടിവി പ്രതിനിധി രാജു ഗുരുവായൂരിനെ ദേവസ്വം ജീവനക്കാർ മർദ്ദിച്ചതിൽ പ്രതിഷേധം ശക്തം. രാജുവിനെ മർദ്ദിച്ചത് വിവേക് കിരൺ അതീവ രഹസ്യമായി നടത്തിയ ക്ഷേത്ര ദർശനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ പേരിലാണ് പിണറായി പുത്രന്റെ ഗുണ്ടാ സംഘത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററും ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ നീക്കം ചെയ്തത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എന്ന് രാജു ഗുരുവായൂരിൽ ഭക്തർക്ക് നേരെ ദേവസ്വം ജീവനക്കാരുടെ അതിക്രമങ്ങൾ പതിവെന്ന വിമർശനവും ശക്തമാണ്. പ്രതിഷേധിച്ചാൽ കോടതി വിലക്ക് ലംഘിച്ചുവെന്ന് ഭീഷണിപ്പെടുത്തുമെന്നും ആരോപണം. ഇവരുടെ കൂടെയുള്ള ഒരു പുരുഷനും കൂടി ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ എടുത്ത വിഷ്വൽസ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ സ്ത്രീയാണ് ആദ്യം പറഞ്ഞത്. ആരായാലും ശരി, എനിക്ക് ആ ചിത്രം ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇയാൾ പിന്നാലെ വന്നു, ഇവരുടെ കൂടെയുള്ള ആൾ പിന്നാലെ വന്നു. ഇവിടെ വന്നിട്ട് ഈ റോഡിലേക്ക് ഇറങ്ങിയ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഈ കോളറിൽ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. സുമേഷ് വരുന്നു, എന്നെ പിടിക്കുന്നു. ഉടനെ തന്നെ എന്നെ പിടിച്ച് എൻ്റെ കൈ തിരിക്കുന്നു, അതുപോലെ കോളർ പിടിച്ച് കഴുത്ത് ചെരിക്കുന്നു. എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഫോൺ ഞാൻ എൻ്റെ പോക്കറ്റിലാണ് ഇട്ടിരുന്നത്. ആ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു തരത്തിലും ഞാൻ വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ രണ്ടുപേരും ബലം പ്രയോഗിച്ച് എന്നെ പിടിച്ച് അവിടെ തടങ്കലിലാക്കി. സാനു കെ സജീവ് നമുക്കിപ്പം ചേരുകയാണ്. സാനു, നമ്മുടെ പ്രതിനിധിയാണ് രാജു ഗുരുവായൂരിൽ നിന്നുള്ള വാർത്തകൾ വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന നമ്മുടെ പ്രതിനിധി. കഴിഞ്ഞ ദിവസവും അത് തന്നെയാണ് സംഭവിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ദർശനം നടത്തിയാൽ അത് വാർത്തയാകുമെന്ന് നല്ല ബോധ്യം അവിടെയുള്ളവർക്കുണ്ട്. കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. അത് തന്നെയാണ് ഈ ദർശനം അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അതീവ രഹസ്യ സ്വഭാവത്തോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോകാനുള്ള കാരണവും. എന്തായാലും അത് നടന്നില്ല. നമ്മുടെ രാജു ഗുരുവായൂരിന്റെ മൊബൈൽ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ പതിഞ്ഞു. ഇത് അവിടെയുള്ളവരെ ചൊടിപ്പിച്ചു. ശരി, അത് ഡിലീറ്റ് ചെയ്യിക്കാൻ അവർ ബലപ്രയോഗം നടത്തി. അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു, അദ്ദേഹത്തിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു, അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കി നിന്നു, അദ്ദേഹത്തെ തടങ്കലിലാക്കി. ഒടുവിൽ അത് ബലപ്രയോഗത്തിലൂടെ ഡിലീറ്റ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമവും നടന്നു. എന്തായാലും അത് നിയമം ചൂണ്ടിക്കാട്ടിയാണ്, വിലക്കുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആ ദൃശ്യങ്ങൾ പകർത്തി എന്നൊക്കെ പറഞ്ഞാണ് അവർ ഡിലീറ്റ് ചെയ്യിക്കാനുള്ള ശ്രമം നടത്തിയത്. എങ്കിൽ പോലും അതിന് ബലം പ്രയോഗിക്കേണ്ട കാര്യം എന്താണ്? അതിനുള്ള അവകാശം എന്താണ്? ഇത് ക്ഷേത്രത്തിന്റെ കാവൽക്കാരാണോ അതോ മുഖ്യമന്ത്രിയുടെ കാവൽക്കാരാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നില്ല. എന്താണ് തെറ്റ് സാനു? രാഖി, എന്തായാലും ഈ ഗോപാലകൃഷ്ണൻ വിഷ്വൽ എടുത്ത പ്രദേശമൊന്നും ഈ നിയന്ത്രണമുള്ളതല്ല, ഹൈക്കോടതിയുടെ നിയന്ത്രണമുള്ളതല്ല. ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് മുൻഭാഗത്ത് നിന്നാണ് ഈ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കുന്നത്. അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊന്നുമല്ല, ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാത്ത പ്രദേശത്താണ് ഈ ദൃശ്യങ്ങൾ എടുക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഇടപെടൽ രാജുവിന് മേൽ കൊണ്ടാവുന്നത്. രാജുവിനെ ഈ വിഷ്വൽ രാജു എടുക്കുന്നു എന്ന് കണ്ടതിന് തൊട്ട് പിന്നാലെ അവിടെ രാജുവിനെ തടയുകയാണ്. ആദ്യം തടയുന്നത് മുഖ്യമന്ത്രിയുടെ മകനൊപ്പം എത്തിയ ആളാണ്. ഈ രാജുവിനെ ആദ്യം ഈ വിഷ്വൽ എടുക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ നിന്ന് ആദ്യം തടയുന്നത്. അതിനുശേഷമാണ് ഈ സുമേഷ് എന്ന് പറയുന്ന ആളുടെ ഒരു അവതാരം അവിടേക്ക് വരുന്നത്. അയാൾ വന്നിട്ട് അവിടെ ആദ്യഘട്ടത്തിൽ നീ ഇവിടുന്ന് പോടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് രാജുവിന് മേലെ ചീറിപ്പാഞ്ഞെടുക്കുന്നു. രാജുവിനെ നേരത്തെ അറിയാവുന്ന ആൾ തന്നെയാണ്. രാജു ഗുരുവായൂരുകാരനാണ്. വളരെ കാലമായിട്ട് ഗുരുവായൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ ഗുരുവായൂരിൽ എല്ലാവർക്കും സുപരിചിതരാണ്. അതേപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖം കൂടിയാണ് രാജുവിൻ്റേത്. അങ്ങനെ രാജു അവിടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള തിട്ടൂരമൊക്കെ ഉണ്ടാകുന്നത്. തുടർന്ന് ഈ രാജുവിനെ അവിടെ തടഞ്ഞു വെക്കുന്നു. രാജുവിനെ തടഞ്ഞു വെച്ചതിന് ശേഷം തൃശ്ശൂരിലെ റിപ്പോർട്ടറായിട്ടുള്ള എന്നെ ബന്ധപ്പെടുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ. അവർ പറയുന്നത് രാജു വിലക്ക് ലംഘിച്ചുകൊണ്ട് അവിടെ കയറി ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ്. തൊട്ട് പിന്നാലെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവിടെ പലരോടും ആരായുമ്പോൾ അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കൃത്യമായിട്ട്. ഇനി അങ്ങനെ സംഭവിച്ചു എന്നിരിക്കെ തന്നെ, അങ്ങനെ ഉണ്ട് എന്നിരിക്കട്ടെ, പക്ഷേ അങ്ങനെയാണെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതല്ലേ? ഇവരാരാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ? അതിന് എന്ത് അവകാശമാണ് ഇവർക്ക് ഉള്ളത് എന്നുള്ളത് കൂടി നമുക്ക് ശരിക്കും അത് മനസ്സിലാകുന്നില്ല. സാനു,
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളിച്ചറിയിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ സൗകര്യം ഒരുക്കിയത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ മൂലമാണ് ഈ ഗുരുവായൂരിലെ മുഖ്യമന്ത്രിയുടെ മകന് ദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൻ വന്നതും ദർശനം നടത്തിയത് വിവരവും ഒന്നും പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ദയവ് ചെയ്ത് പറയുന്നത് ഈ വാർത്ത കൊടുക്കരുത് എന്ന്. അങ്ങനെ പറയുമ്പോൾ എത്രത്തോളം ഭയാനകമാണ്. ഒരു മുഖ്യമന്ത്രിയുടെ മകൻ അവിടെ വന്ന് ദർശനം നടത്തുന്നതിൻ്റെ വാർത്തയോ അല്ലെങ്കിൽ ചിത്രങ്ങളോ ശേഖരിക്കുന്നു. അത് ശേഖരിക്കാൻ വന്ന മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുന്നു. അത് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നത് ഗുരുവായൂരിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ്. അത് അവർ എത്രത്തോളം ഭയപ്പാടോടുകൂടിയാണ് അത് ചെയ്യുന്നത്. ഒരു മാധ്യമ പ്രവർത്തകൻ എടുക്കുന്ന ദൃശ്യങ്ങൾ അത് അവന് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന്, അതായത് മറ്റ് നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശത്ത് നിന്ന് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മകൻ എത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു VIP തന്നെയാണ്. ആ ദൃശ്യങ്ങൾ എടുക്കുന്നു, അത് ബലം പ്രയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുന്നു. നീക്കം ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ പോകുമെന്ന് പറയുന്നു. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൻ്റെ പഴുതുപയോഗിച്ചുകൊണ്ട് അവിടെ ഉദ്യോഗസ്ഥർ വൃന്ദം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഴിഞ്ഞാടുകയാണ്. കാരണം കഴിഞ്ഞ നിരവധി കാലമായിട്ട് ഗുരുവായൂർ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടം അവിടെ നടക്കുന്നുണ്ട്. പലപ്പോഴും ക്യൂ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിച്ചിഴച്ചുകൊണ്ട് ഭക്തരെയും കൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ പ്രതികരിക്കുന്ന ഭക്തർക്ക് നേരെ ഈ വടിയോങ്ങുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതിയുടെ നിയന്ത്രണമുണ്ട്, നിങ്ങൾക്കെതിരെ ഹൈക്കോടതി മുഖാന്തരം പരാതി നൽകും, നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെയുള്ള തിട്ടൂരം ഇറക്കിക്കൊണ്ട് ഭക്തർക്ക് നേരെ കുതിര കയറുന്ന നിലപാടും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഗുരുവായൂരിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. രാഖി, എന്തായാലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന്റെ ക്ഷേത്ര ദർശനം, അത് വളരെ രഹസ്യ സ്വഭാവത്തിൽ അവർ പ്ലാൻ ചെയ്തു. പക്ഷേ അത് നമ്മുടെ പ്രതിനിധി ജനം TV പ്രതിനിധി രാജു ഗുരുവായൂരിന്റെ ക്യാമറയിൽ പതിഞ്ഞു. അതാണ് അവർക്ക് വല്ലാത്ത പ്രകോപനമായത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തിട്ടൂരമുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കമുള്ളവർ ഉണർന്ന് പ്രവർത്തിച്ചു. ബലപ്രയോഗിച്ച്, അതായത് ഒരാളല്ല വന്ന് ബലപ്രയോഗം നടത്തുന്നത്, പിടിച്ചു വെച്ച് തടഞ്ഞു വെച്ച് കഴുത്തിൽ കുത്തിപ്പിടിച്ചൊക്കെ ആ ഫോൺ പിടിച്ചു വാങ്ങി പോക്കറ്റിൽ നിന്ന് എടുത്ത് അത് ഡിലീറ്റ് ചെയ്യിക്കുന്ന ഒരു സ്ഥിതി. എന്നിട്ട് പറയുന്നു ഞങ്ങൾ നിങ്ങൾക്കെതിരെ കോടതിയിൽ പോകുമെന്നുള്ളത്. അതായത് അവിടെയുള്ള വിലക്ക് ലംഘിച്ചു ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. സംഗതി ഇത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ഗുരുവായൂരിൽ ദർശനം നടത്തിയത് ആരും അറിയരുത്, ആ ദൃശ്യങ്ങൾ ആരും കാണരുത്, അതിനുവേണ്ടി നടത്തിയ ഒരു ഡ്രാമ. എന്തായാലും അത് പൊളിഞ്ഞുപോയി എന്നുള്ളത് മാത്രമാണ്